വെൽക്കം ബാക്ക് ടു ദ ചാനൽ ഗൈസ്. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ബെസ്റ്റ് ഒരു ടോപ്പിക്കാണ്. അതാണ് പോർട്ട്ഫോളിയോ. ഇപ്പം നല്ലൊരു പോർട്ട്ഫോളിയോ വേണം, അല്ലെങ്കിൽ പോർട്ട്ഫോളിയോ സെറ്റ് ആവാത്ത കാരണം ജോബ് ഒന്നും കിട്ടുന്നില്ല, അങ്ങനെ ഒരുപാട് ഡൗട്ട്സ് അല്ലെങ്കിൽ ഒരുപാട് അത് കൺഫ്യൂഷനിൽ നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ വീഡിയോ നിങ്ങൾക്കുള്ളതാണ്. ഇപ്പം നിങ്ങൾക്ക് ഓൾറെഡി ഒരു പോർട്ട്ഫോളിയോ ഉണ്ടെങ്കിൽ ആ പോർട്ട്ഫോളിയോനെ നെക്സ്റ്റ് ലെവലിലോട്ട് അപ്ഗ്രേഡ് ആക്കാനുള്ള ടിപ്സും ഞാൻ ഈ വീഡിയോയിൽ പറയുന്നുണ്ട്. ഇപ്പൊ നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ടാണെങ്കിൽ ഇപ്പൊ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോ. ഈ ചാനൽ മെയിൻലി ഫോക്കസ് ചെയ്യുന്നത് ക്രിയേറ്റീവ് ആയിട്ടുള്ള ആളുകൾക്ക് വേണ്ടിയിട്ടും ക്രിയേറ്റീവ് ആവണം എന്ന് ആഗ്രഹമുള്ള ആളുകൾക്ക് വേണ്ടിയിട്ടുള്ള ടിപ്സ്, ട്രിക്സ്, ഏതൊക്കെ ടൂൾസ് ഉപയോഗിക്കണം, ഏതൊക്കെ ടൂൾസ് ആണ് ബെസ്റ്റ്, എങ്ങനെയാണ് AI വർക്ക്ഔട്ട് ചെയ്യേണ്ടത്, അങ്ങനെ പല കാര്യങ്ങളും നമ്മളിവിടെ ഡിസ്കസ് ചെയ്യുന്നുണ്ടാവും. ഇപ്പോൾ ഒരു ക്രിയേറ്റീവ് ഫീൽഡിൽ വർക്ക് ചെയ്യുന്ന ഒരാള് ഒരു ജോബിന് അപ്ലൈ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഫസ്റ്റ് വരാൻ പോകുന്ന ചോദ്യം നിങ്ങളുടെ സർട്ടിഫിക്കറ്റോ അല്ലെങ്കിൽ നിങ്ങളുടെ ഡിഗ്രിയോ നിങ്ങളുടെ എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷനെ കുറിച്ചൊന്നുമല്ല, നിങ്ങളുടെ പോർട്ട്ഫോളിയോ അയച്ചു തരാൻ പറ്റുമോ എന്നുള്ളതാണ്. അതെ, ഈ പോർട്ട്ഫോളിയോ എന്ന് പറയുന്നത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം തന്നെയാണ്. അതെല്ലാവർക്കും അറിയാമെന്ന് എനിക്കറിയാം, എന്നാലും ഞാൻ പറയാണ്, ഇറ്റ്സ് വെരി മച്ച് ഇമ്പോർട്ടൻറ്റ്. ഇപ്പോൾ പോർട്ട്ഫോളിയോ എന്ന് പറയുന്നത് ആക്ച്വലി ഒരു ഓപ്പൺ സെയിൽസ് പിച്ച് ആണ്. ആ സെയിൽസ് പിച്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഡിസൈനറുടെ സെയിൽസ് പിച്ച്, ലൈക്ക് അല്ലെങ്കിൽ ഒരു വീഡിയോ എഡിറ്ററുടെ സെയിൽസ് പിച്ച്. ഞാൻ ആരാണ്, എൻ്റെ കഴിവ് എന്താണ്, ഇതൊക്കെയാണ് ഞാൻ ചെയ്തിട്ടുള്ള വർക്ക്. നിങ്ങൾ എന്നെ ഹയർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കിട്ടാൻ പോകുന്നതും ഈ ഒരു ക്വാളിറ്റി ഓഫ് വർക്ക് ആയിരിക്കും എന്നുള്ളത്. ഓക്കെ, പക്ഷേ വേറൊരു കാര്യം ഉണ്ട് അവിടെ. ഇപ്പോൾ നമ്മളൊരു കമ്പനിക്ക് ജോബിന് അപ്ലൈ ചെയ്യുമ്പോൾ നമ്മളവിടെ പോർട്ട്ഫോളിയോ അയച്ചു കൊടുക്കുമ്പോൾ ഒരു റിക്രൂട്ടർ അല്ലെങ്കിൽ നമുക്ക് ഒരു HR ആയിക്കോട്ടെ അല്ലെങ്കിൽ ഒരു ഡിസൈൻ ഹെഡ് ആയിക്കോട്ടെ, ആരായിക്കോട്ടെ, ഇപ്പം നമ്മുടെ പോർട്ട്ഫോളിയോ അവർ ചെക്ക് ചെയ്യണത് ഒരു 30 സെക്കൻഡ്സിലായിരിക്കും. അതായത് ഒരു റിക്രൂട്ടർ ഒരു പോർട്ട്ഫോളിയോ ജസ്റ്റ് 30 സെക്കൻഡ്സ് മാത്രമേ നോക്കുള്ളൂ. അതിനുള്ള സമയം അവർ അതിനുവേണ്ടി സ്പെൻഡ് ചെയ്യുള്ളൂ. ദ റിയൽ ക്വസ്റ്റ്യൻ ഈസ്, നമ്മുടെ പോർട്ട്ഫോളിയോ ആ 30 സെക്കൻഡ്സിൽ അവരെ ഇംപ്രസ് ചെയ്യാൻ മാത്രം ക്വാളിറ്റി ഉള്ളതാണോ എന്നുള്ളതാണ്. ആണോ? അപ്പോൾ ആ ക്വാളിറ്റി കീപ്പ് ചെയ്യാൻ പറ്റില്ല എന്നുണ്ടെങ്കിൽ ഈ 30 സെക്കൻഡ്സിൽ നമുക്ക് അവരെ ഇംപ്രസ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അവിടെ ഭൂരിഭാഗം ആളുകളും വരുത്തുന്ന മിസ്റ്റേക്സ് ഞാൻ എന്താന്ന് പറഞ്ഞുതരാം. ഈ വീഡിയോയുടെ അവസാനം ആകുമ്പോഴേക്കും നിങ്ങൾക്ക് ഒരു ഐഡിയ കിട്ടും എങ്ങനെ ഒരു പോർട്ട്ഫോളിയോ ബിൽഡ് ചെയ്യണമെന്ന്, അല്ലെങ്കിൽ എന്താണ് ചെയ്യേണ്ടതെന്ന് നിങ്ങൾക്ക് ഒരു ഐഡിയ കിട്ടും. ഫസ്റ്റത്തെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാനൊരു 5 കോമൺ മിസ്റ്റേക്സ് പറഞ്ഞു തരാം. അതായത് പോർട്ട്ഫോളിയോ ബിൽഡ് ചെയ്യുമ്പോൾ ചെയ്യുന്ന ഒരു 5 കോമൺ ആയിട്ടുള്ള മിസ്റ്റേക്ക്. സോ മിസ്റ്റേക്ക് നമ്പർ 1 എന്ന് പറയുന്നത് എല്ലാതും അപ്ലോഡ് ചെയ്യാന്നുള്ളത്. ചെയ്തിട്ടുള്ള എല്ലാ വർക്കും കൊണ്ടുപോയിട്ട് അപ്ലോഡ് ചെയ്യാന്നുള്ളതാണ്. ലെറ്റ്സ് സേ ഒരു 100 പോസ്റ്റർ ഡിസൈൻ ചെയ്തിട്ടുണ്ട്, ആ 100ഉം കൊണ്ട് അങ്ങോട്ട് അപ്ലോഡ് ചെയ്യാന്നുള്ളതാണ്. അപ്പോൾ അവിടെ നമ്മൾ ചിന്തിക്കാം, കുറേ പോസ്റ്റേഴ്സ് ഉണ്ട്, കുറേ സാധനങ്ങൾ, കുറേ വീഡിയോസ് ഉണ്ട്, അപ്പോൾ കുറേ സാധനങ്ങൾ അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ ഒരുപാടുള്ളത് കൊണ്ട് അവർ അടിപൊളിയെന്ന് വിചാരിച്ച് ഹയർ ചെയ്യുന്നുള്ളത് വെറുതെയാണ്. അവിടെ ചെയ്യേണ്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ 100 എന്നുള്ളിടത്ത് ഒരു 10 ബെസ്റ്റ് വർക്ക്സ് അപ്ലോഡ് ചെയ്യാന്നുള്ളതാണ്. ഇനി രണ്ടാമത്തെ മിസ്റ്റേക്ക്, ഇപ്പം നിങ്ങൾ ഭൂരിഭാഗം പേരും ഫ്രഷേഴ്സ് ആയിരിക്കും, സ്റ്റുഡൻസ് ആയിരിക്കും. അപ്പോൾ കൂടുതൽ ആളുകളും ചെയ്യണ കാര്യം, അല്ലെങ്കിൽ ഇപ്പോൾ ഓൾറെഡി പോർട്ട്ഫോളിയോ ഡിസൈൻ ഫ്രഷ് ഡിസൈനേഴ്സ് ആണെന്നുണ്ടെങ്കിലും സ്റ്റുഡൻറ് വർക്ക്സ് ആയിരിക്കും പോർട്ട്ഫോളിയോയിൽ ആഡ് ചെയ്തിട്ടുണ്ടാവുക. റിയൽ പ്രൊജക്ട്സ് ഒന്നും ആഡ് ചെയ്തിട്ടുണ്ടാവില്ല. അപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ ചെയ്തിട്ടുള്ള സ്റ്റുഡൻറ് വർക്ക്സ് അത് അങ്ങനെ തന്നെ അങ്ങോട്ട് അപ്ലോഡ് ചെയ്ത് വെക്കും. അങ്ങനെ സ്റ്റുഡൻറ് വർക്ക്സ് അപ്ലോഡ് ചെയ്ത് വെക്കുമ്പോഴുള്ള പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ തന്നെ ഒന്നാമത്തെ ദിവസം നിങ്ങളുടെ നിങ്ങൾ പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ ചെയ്തിട്ടുള്ളത്, അപ്പോൾ അതിൽ കുറച്ച് മിസ്റ്റേക്സും കാര്യങ്ങളൊക്കെ ഉണ്ടാവാം. പിന്നെ എന്ന് പറഞ്ഞാൽ റിയൽ വേൾഡ് എക്സ്പീരിയൻസ് അതിലുണ്ടാവില്ല. അപ്പോൾ അത് റിക്രൂട്ടേഴ്സിനെ കാണുമ്പോൾ ഓക്കെ സ്റ്റുഡൻസ് ആണ്, ഫ്രഷേഴ്സ് ആണ്, അല്ലെങ്കിൽ ഇപ്പോൾ ലെറ്റ്സ് സേ ഫ്രീലാൻസിങ് ആണെന്നുണ്ടെങ്കിൽ നമ്മൾ സ്റ്റുഡൻറ് വർക്ക്സ് അപ്ലോഡ് ചെയ്തിട്ട് എന്താ പറയുക, എക്സ്പീരിയൻസ് ഡിസൈനർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, എക്സ്പീരിയൻസ് വീഡിയോ എഡിറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ അത് വർക്കൗട്ട് ആയെന്ന് വരില്ല. ഇനി മൂന്നാമത്തെ മിസ്റ്റേക്ക് എന്ന് പറയുന്നത് ഈ അപ്ലോഡ് ചെയ്ത സാധനങ്ങൾ എന്താണെന്ന് മെൻഷൻ ആക്കാതിരിക്കുക എന്നുള്ളത്. ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ, ഇപ്പം ഞാനൊരു ലോഗോ വർക്ക് അപ്ലോഡ് ചെയ്തു. അപ്പോൾ ഈ ലോഗോ വർക്ക് അപ്ലോഡ് ചെയ്ത് ജസ്റ്റ് ലോഗോ മാത്രം അങ്ങോട്ട് അപ്ലോഡ് ചെയ്ത് വെച്ചു. ഇത് എന്തിൻ്റെ ബ്രാൻഡാണ്, എന്താണ് ഇതിൻ്റെ ഒരു പ്രോസസ്സ് എന്താണ്, അല്ലെങ്കിൽ ഈ ലോഗോ ഞാൻ എങ്ങനെ ചെയ്തു, ഇതിൻ്റെ അർത്ഥം എന്താണ്, അങ്ങനെ ഒന്നും ഉണ്ടാവില്ല. ലോഗോ ചെയ്തു, ഓക്കെ, ഇപ്പോൾ ABC അക്കാഡമി, ഓക്കെ, ABC അക്കാഡമി എന്നൊരു ലോഗോ ഉണ്ടാക്കിയിട്ട് അത് അങ്ങോട്ട് വെച്ചു. അല്ലെങ്കിൽ ഇപ്പോൾ ABC അക്കാഡമി എന്നുള്ളപ്പോൾ അക്കാഡമി എന്ന് വെച്ചാൽ ABC ആണ് ലോഗോ എന്നുണ്ടെങ്കിൽ ABC എന്ന് എഴുതിയിട്ട് അങ്ങോട്ട് വെച്ചു. അപ്പോൾ ഇതിൽ വേറെ എന്താണ്, അത് കാണുന്നവർക്ക് എന്താ ABC എന്നൊരു ലോഗോ മാത്രം. അത് ഒരിക്കലും ഒരു റിക്രൂട്ടേഴ്സിനെയും അട്രാക്ട് ചെയ്യില്ല. അല്ലാന്നുണ്ടെങ്കിൽ ആരും ഇപ്പോൾ ജസ്റ്റ് ലോഗോസ് മാത്രം ഇങ്ങനെ വെറുതെ നമ്മൾ ചെയ്ത ലോഗോ മാത്രം ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ അതിൽ ഒരു അട്രാക്ഷൻ ഫീൽ ചെയ്യില്ല, അല്ലെങ്കിൽ നമ്മളൊരു റിക്രൂട്ടറെ അട്രാക്ട് ചെയ്യുന്ന ഫാക്ടർ അതിലുണ്ടാവില്ല.
ഇനി നാലാമത്തെ മിസ്റ്റേക്ക്. ഈ നാലാമത്തെ മിസ്റ്റേക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മോക്കപ്സ് ക്രിയേറ്റ് ചെയ്യാതിരിക്കുക എന്നുള്ളതാണ്. അതായത് ഇപ്പോൾ ഒരു ലോഗോ ഉണ്ടാക്കി കഴിഞ്ഞാൽ ആ ലോഗോ അങ്ങനെ തന്നെ വെക്കുകയെന്ന് ഞാൻ പറഞ്ഞു. ആ ലോഗോയ്ക്ക് ഒരു മോക്കപ്പ് ക്രിയേറ്റ് ചെയ്ത് വെക്കുകയാണെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടി അട്രാക്റ്റിംഗ് ആണ്. അല്ലെങ്കിൽ ആ ലോഗോ റിയൽ വേൾഡ് അപ്ലിക്കേഷൻസിൽ ഇപ്പോൾ ബിൽ ബോർഡിൽ വന്ന് എങ്ങനെയുണ്ടാവും, ഒരു പാക്കേജിൽ വന്ന് എങ്ങനെയുണ്ടാവും, ഒരു തൊപ്പിയും വന്ന് എങ്ങനെയുണ്ടാവും, അങ്ങനെ ആ ബ്രാൻഡ് റിലേറ്റ് ചെയ്തിട്ടുള്ള കാര്യങ്ങൾ റിയൽ വേൾഡ് അപ്ലിക്കേഷൻസിൽ നമ്മൾ വെച്ച് മോക്കപ്പ് വെച്ച് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ അത് അടിപൊളിയായിരിക്കും. സോഷ്യൽ മീഡിയ പോസ്റ്റേഴ്സ് ഒരു മോക്കപ്പ് ക്രിയേറ്റ് ചെയ്ത് വെക്കുകയാണെങ്കിൽ അടിപൊളിയായിരിക്കും. UI ഡിസൈൻ അല്ലെങ്കിൽ ആപ്പ് ഡിസൈൻ, വെബ്സൈറ്റ് ഡിസൈൻ, ഇതൊക്കെ ഒരു മോക്കപ്പ് വെച്ച് ക്രിയേറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി അടിപൊളിയായിരിക്കും. ഓക്കെ, അപ്പൊ ഈ മോക്കപ്പ് വെക്കാതിരിക്കുന്നത് ഒരു മിസ്റ്റേക്ക് ആണ്. ഈ അഞ്ചാമത്തെ മിസ്റ്റേക്ക് എന്ന് പറയുന്നത് ഈ എബൌട്ട് പേജ് ഇല്ലാതിരിക്കുക എന്നുള്ളത് പോർട്ട്ഫോളിയോയിൽ. ഈ അതായത് നമ്മളെ കുറിച്ചിട്ടുള്ള ഒരു പേജ് അതിൽ വെക്കണം, ആ പേജ് വെക്കാണ്ടിരിക്കുക എന്നുള്ളത്. അപ്പൊ ആ പേജ് വെച്ചില്ല എന്നുണ്ടെങ്കിൽ ഈ റിക്രൂട്ടേഴ്സിന് അല്ലെങ്കിൽ ക്ലയൻസിന് എങ്ങനെ അറിയാം ഞാൻ ആരെയാണ് ഹയർ ചെയ്യണത്, എന്താണ് ഡീറ്റെയിൽസ് എന്താണെന്ന് എങ്ങനെ അറിയാം. അപ്പൊ അത് വെക്കാതിരിക്കുന്നതും ഒരു മിസ്റ്റേക്ക് ആണ്. പോർട്ട്ഫോളിയോ ബിൽഡ് ചെയ്യുമ്പോൾ മെയിൻ ആയിട്ട് ആൾക്കാർ എടുക്കുന്ന 5 മിസ്റ്റേക്സിൽ ഒന്ന്, നമ്മളിലുള്ള എല്ലാ പ്രൊജക്ട്സും അപ്ലോഡ് ചെയ്യുക എന്നുള്ളത്. 2, സ്റ്റുഡൻറ് വർക്ക്സ് മാത്രം അപ്ലോഡ് ചെയ്യുക, റിയൽ ക്ലയൻറ്റ് വർക്ക്സ് ഒന്നും അപ്ലോഡ് ചെയ്യാതിരിക്കുക എന്നുള്ളത്. 3, കോണ്ടെക്സ്റ്റ് ഒന്നും കൊടുക്കാതിരിക്കുക അല്ലെങ്കിൽ അതിൻ്റെ ഒരു ഡിസ്ക്രിപ്ഷൻ കൊടുക്കാതിരിക്കുക എന്നുള്ളത്. 4 എന്ന് പറയുന്നത് മോക്കപ്സ് ഒന്നും ആഡ് ചെയ്യാതിരിക്കുക എന്നുള്ളത്. 5 എന്ന് പറയുന്നത് എബൌട്ട് എ സെക്ഷൻ ആഡ് ചെയ്യാത്തത്. അങ്ങനെ 5 മിസ്റ്റേക്സ് ആണ് കോമൺലി പോർട്ട്ഫോളിയോ ബിൽഡ് ചെയ്യുമ്പോൾ ആളുകൾ വരുത്താറുള്ളത്. ഇപ്പൊ നിങ്ങൾ പോർട്ട്ഫോളിയോയിൽ വിചാരിക്കും, ഇപ്പൊ ഞാൻ സ്റ്റുഡന്റ് വർക്ക്സിന്റെ കാര്യം പറഞ്ഞപ്പോൾ നിങ്ങൾ വിചാരിക്കും ഇപ്പൊ ഞങ്ങൾ സ്റ്റുഡന്റ് ആണ്, ഫ്രഷേഴ്സ് ആണ്, ഞങ്ങൾക്ക് റിയൽ വേൾഡ് ക്ലയന്റ് പ്രൊജക്ട്സും കാര്യങ്ങളൊന്നും ഇല്ല, അപ്പൊ അങ്ങനെയുള്ള ഞങ്ങൾ എന്ത് ചെയ്യും എന്നുള്ളത് നിങ്ങൾക്ക് ഒരു ഡൗട്ട് ആണെങ്കിൽ അതിനുള്ള ആൻസർ ഞാൻ പറഞ്ഞുതരാം. ഇപ്പൊ നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ റീബ്രാൻഡ് ചെയ്യുക. അപ്പൊ നിങ്ങളുടെ അടുത്ത് തന്നെ കുറെ ചെറിയ കടകളും അല്ലെങ്കിൽ ഹോട്ടൽസും കാര്യങ്ങളൊക്കെ ഉണ്ടാവും, അവർക്കൊക്കെ റീബ്രാൻഡ് ചെയ്യാം. ഓക്കെ, ഇതൊരിക്കലും ഒരു മടി കോൺസെപ്റ്റിൽ നിങ്ങൾ ചെയ്യരുത്. നിങ്ങളുടെ റിയൽ വേൾഡ് എക്സ്പീരിയൻസ് നിങ്ങളുടെ പോർട്ട്ഫോളിയോ എന്നുള്ള ലെവലിൽ നിങ്ങൾ എന്താക്കിയാൽ മതി, കരുതിയാൽ മതി. നിങ്ങൾ ഇൻസ്റ്റാഗ്രാമിൽ കാണുന്ന പുതിയ ബ്രാൻഡ്സ് അല്ലെങ്കിൽ ഇപ്പം ഈവൻ ഈ സെലിബ്രിറ്റീസ് ഒക്കെ കുറേ ബ്രാൻഡ്സും കാര്യങ്ങളൊക്കെ ഇറക്കുന്നുണ്ട്, അവരുടെ ബ്രാൻഡ്സും കാര്യങ്ങളൊക്കെ എടുക്കുക, അല്ലെങ്കിൽ അവരുടെ ഒരു പോസ്റ്റർ അല്ലെങ്കിൽ അവരുടെ ഒരു പ്രൊഡക്റ്റിനെ വെച്ചിട്ട് നിങ്ങളൊരു പോസ്റ്റർ ക്രിയേറ്റ് ചെയ്യുക. അങ്ങനെ റിയൽ ബ്രാൻഡ്സിനിട്ട് നിങ്ങളുടേതായ കോൺസെപ്റ്റ് വർക്ക്സുകൾ വർക്ക്ഔട്ട് ചെയ്യുക, കോൺസെപ്റ്റുകൾ വർക്ക്ഔട്ട് ചെയ്യുക എന്നുള്ളതാണ് മെയിൻ. ഇപ്പോൾ ഈ UI ഡിസൈൻ്റെ കാര്യത്തിലാണെന്നുണ്ടെങ്കിൽ സെയിം തന്നെ, നിങ്ങൾ കറന്റ് യൂസ് ചെയ്യുന്ന ഒരു ആപ്പ് നിങ്ങളുടേതായ രീതിക്ക് അതിനെ റീഡിസൈൻ ചെയ്താൽ എങ്ങനെ ചെയ്യും എന്നുള്ള ലെവലിൽ വർക്ക്ഔട്ട് ചെയ്യുക. അല്ലെങ്കിൽ ഇപ്പോൾ നമ്മളിപ്പോൾ ഈവൻ നമ്മൾ യൂസ് ചെയ്യുന്ന സ്വിഗ്ഗി, സൊമാറ്റോ അങ്ങനെയുള്ള ആപ്സ് ഒക്കെ നിങ്ങൾക്ക് നിങ്ങളുടേതായ രീതിക്ക് റീഡിസൈൻ ചെയ്യാം. അങ്ങനെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട് നമ്മുടെ ചുറ്റുപാടും. നമുക്കൊരു ക്ലയന്റ് ഇങ്ങോട്ട് വരണം എന്നില്ല, അല്ലെങ്കിൽ അവരുടെ ഒരു ക്ലയന്റ് വന്ന് പൈസ തന്നാൽ മാത്രമേ ഞാൻ പണിയെടുക്കുള്ളൂ എന്നൊന്നുമല്ല. പോർട്ട്ഫോളിയോ ബിൽഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കാണുന്നതിനെല്ലാം നിങ്ങൾക്ക് റീഡിസൈൻ ചെയ്യാം, നിങ്ങൾക്ക് റീവർക്ക് ചെയ്യാം, അത് നിങ്ങളുടെ കോൺസെപ്റ്റ് ആയിട്ട് നിങ്ങൾക്ക് അപ്ലോഡ് ചെയ്യാം. സോ പോർട്ട്ഫോളിയോ എന്ന് പറയുന്നത് നിങ്ങളുടെ പ്രോബ്ലം സോൾവിങ് സ്കില്ലും കൂടിയാണ് ഷോക്കേസ് ചെയ്യുന്നത്. നിങ്ങളുടെ ഡിസൈൻ സ്കില്ലോ അല്ലെങ്കിൽ നിങ്ങളുടെ എഡിറ്റിംഗ് സ്കില്ലോ മാത്രമല്ല, അത് നിങ്ങളുടെ പ്രോബ്ലം സോൾവിങ് സ്കില്ല്, നിങ്ങളുടെ ക്രിയേറ്റിവിറ്റി ലെവൽ, ഇതൊക്കെ അതിൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഇപ്പൊ ഒരു നല്ല പോർട്ട്ഫോളിയോ ബിൽഡ് ചെയ്യാനായിട്ട് നിങ്ങൾ ചെയ്യേണ്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു 3 സ്പെഷ്യലൈസ്ഡ് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രം, അതായത് കോർ ഫോക്കസ് ഉള്ള കാര്യങ്ങൾ മാത്രം ആഡ് ചെയ്യുക. ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നിങ്ങൾ സോഷ്യൽ മീഡിയ പോസ്റ്റേഴ്സിലാണ് പ്രോ ആയിട്ട് നിൽക്കുന്നതെന്നുണ്ടെങ്കിൽ നിങ്ങൾ സോഷ്യൽ മീഡിയ പോസ്റ്റേഴ്സ്, അതിൻ്റെ കൂടെ നിങ്ങൾ ബ്രാൻഡിങ് നന്നായിട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ ബ്രാൻഡിങ്, അതിൻ്റെ കൂടെ തന്നെ നിങ്ങൾ വെബ്സൈറ്റ് ഡിസൈൻസ് ചെയ്യുന്നുണ്ടെങ്കിൽ വെബ്സൈറ്റ് ഡിസൈൻസ്, അങ്ങനെ 3 കാര്യങ്ങളിൽ ഫോക്കസ് ചെയ്ത് അതിൽ മാത്രം, അത് ഇത്ര കാര്യങ്ങൾ മാത്രം ഫോക്കസ് ചെയ്യുക. അല്ലാണ്ട് ഒരു ഡിസൈനർ ആയി നിങ്ങൾ പഠിച്ചിട്ടുള്ള എല്ലാ ടൂൾസിലും എല്ലാ വർക്ക്സും ആഡ് ചെയ്യണം അല്ലെങ്കിൽ എല്ലാതും ചെയ്യണം എന്നൊന്നുമില്ല. ഒരു 3 സ്പെഷ്യലൈസേഷൻ എടുക്കുക, 3 കോർ കാര്യങ്ങൾ തിരഞ്ഞെടുക്കുക. ആ 3 കോർ കാര്യങ്ങൾ ഏതാണോ അത് നിങ്ങൾ വർക്ക്ഔട്ട് ചെയ്യുക, അല്ലെങ്കിൽ അത് നിങ്ങൾ എന്താക്കുക, നിങ്ങളുടെ പോർട്ട്ഫോളിയോയിൽ ആഡ് ചെയ്യുക. ഇതാണ് ഏറ്റവും ബെസ്റ്റ് വഴി. പിന്നെ അതിൻ്റെ കൂടെ തന്നെ ആഡ് ചെയ്യാൻ പറ്റുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പൊ നിങ്ങൾ ആ ഒരു കാര്യം ചെയ്തപ്പോൾ അവിടെ സോൾവ് ചെയ്ത പ്രോബ്ലം എന്താണ്, അതല്ലാന്നില്ലെങ്കിൽ ഞാൻ നേരത്തെ ഇപ്പോൾ നമ്മൾ മിസ്റ്റേക്സിൽ മെൻഷൻ ചെയ്തത് കോണ്ടെക്സ്റ്റ് കൊടുക്കാതിരിക്കുന്നത്, അതിൽ കോണ്ടെക്സ്റ്റ് ആഡ് ചെയ്യാം. ഇപ്പൊ ഒരു ബ്രാൻഡിങ് പ്രൊജക്റ്റ് ആണെന്ന് വിചാരിക്കുക. അപ്പൊ ഈ പ്രൊജക്റ്റ് എന്താണ്, അല്ലെങ്കിൽ ഈ ബ്രാൻഡ് എന്തിനെ പറ്റിയിട്ടുള്ളതാണ്, ഈ ലോഗോ എങ്ങനെയാണ് നമ്മൾ ഈ ലോഗോയിലേക്ക് എത്തിയത്, ഈ ലോഗോന്റെ മീനിങ് എന്താണ്, അങ്ങനെയുള്ള കാര്യങ്ങൾ. ഇപ്പൊ വെബ്സൈറ്റ് ആണെന്നുണ്ടെങ്കിലും ഏതാണെന്നുണ്ടെങ്കിലും നമ്മൾ എന്താക്കുക, അത് എക്സ്പ്ലെയിൻ ചെയ്യുക. എന്തായിരുന്നു ബ്രീഫ്, അല്ലെങ്കിൽ എന്താണ് നമ്മൾ ഇതിൽ ക്രിയേറ്റ് ചെയ്തപ്പോൾ സോൾവ് ചെയ്തിട്ടുള്ള പ്രോബ്ലം കാര്യങ്ങളൊക്കെ. അതിൻ്റെ കൂടെ തന്നെ നിങ്ങൾ സ്ക്രിബിൾ ചെയ്തിട്ടുള്ള കാര്യങ്ങൾ, അതായത് നിങ്ങളുടെ ഒരു ഇപ്പോൾ വയർ ഫ്രെയിമിങ്ങോ അതല്ലെങ്കിൽ ലോ ഫിഡലിറ്റിയോ, ഇപ്പോൾ ബ്രാൻഡിങ്ങിൻ്റെ ഇടത്തിലാണെങ്കിൽ നിങ്ങൾ ആ ഒരു
ഇനീഷ്യലി ആ ഒരു സംഭവം വരച്ചിട്ടായിരിക്കുമല്ലോ നിങ്ങൾ അത് ലോഗോയിലേക്ക് കൺവേർട്ട് ചെയ്യുന്നുണ്ടാവും. അപ്പൊ നിങ്ങളുടെ സ്ക്രിബിൾ ചെയ്തിട്ടുള്ള കാര്യങ്ങൾ, നിങ്ങളുടെ വർക്ക് ഫ്ലോ കാര്യങ്ങളൊക്കെ അതിൽ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ അത് കുറച്ചൊരു ട്രസ്റ്റ് ബിൽഡ് ചെയ്യും. ഓക്കെ, ഒരു ഫൈനൽ ഔട്ട്പുട്ട് കാണുന്നതിനേക്കാളും നമ്മുടെ ഒരു പ്രോബ്ലം സോൾവിങ് സ്കില്ല്, അല്ലെങ്കിൽ നമ്മുടെ ഒരു ചെയ്തു വന്ന വഴി, അതായത് ഇതായിരുന്നു നമ്മുടെ ഫസ്റ്റ് സ്റ്റേജ്, ദെൻ ഇതിലേക്ക് എത്തി എന്നുള്ള ഒരു സംഭവം നമ്മൾ ബിൽഡ് ചെയ്യുമ്പോൾ അതിന് കുറച്ചുകൂടി വാല്യൂ. അത് കഴിഞ്ഞാൽ അതിൽ മെൻഷൻ ചെയ്യേണ്ട കാര്യം നമ്മൾ ഏതൊക്കെ ടൂൾസ് യൂസ് ചെയ്തിട്ടാണ് ഈ ഒരു സംഭവം ബിൽഡ് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ നമ്മൾ ആ 5 മിസ്റ്റേക്സ് പരമാവധി വരുത്താതിരിക്കാൻ നോക്കുക. ഒരു 3 സ്പെഷ്യലൈസേഷൻ, ഞാൻ പറഞ്ഞ ആ ഒരു 3 സ്പെഷ്യലൈസേഷൻ, ഒരു കോർ ഏരിയ, ഫോക്കസ് കൊടുത്തിട്ടുള്ള ഏരിയ അത് മെൻഷൻ ആക്കുക, അല്ലെങ്കിൽ അതിൽ വെച്ച് വർക്ക്ഔട്ട് ചെയ്യുക. മോക്കപ്സ്, നല്ല മോക്കപ്സ് ക്രിയേറ്റ് ചെയ്ത് വെക്കുക. പിന്നെ എക്സ്പ്ലെയിൻ ചെയ്യുക, ബ്രീഫ് ആഡ് ചെയ്യുക. പിന്നെ ടൂൾസ് ഏതൊക്കെ യൂസ് ചെയ്തിട്ടുള്ളത് മെൻഷൻ ചെയ്യാം. ദെൻ പോർട്ട്ഫോളിയോ നിങ്ങൾക്ക് ബിൽഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ പല മെത്തേഡ്സ് ഉണ്ട്. ഇപ്പൊ നിങ്ങൾക്ക് ബിഹാൻസ് ആണ് ഒരുവിധം എല്ലാവരും യൂസ് ചെയ്യുന്നത്. സോ ബിഹാൻസിൽ ഒരു അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്തിട്ട് ബിഹാൻസ് പോർട്ട്ഫോളിയോ നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ പറ്റും. 2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡ്രിബിൾ ആണ്. ഡ്രിബിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൂടുതലും UX ഫോക്കസ്ഡ് ആണ് ഡ്രിബിൾ. ബട്ട് അത് വിചാരിച്ച് വേറെ ഒന്നും ഇല്ല എന്നുള്ളതല്ല. ബിഹാൻസ്, ഡ്രിബിൾ, പിൻട്രസ്റ്റ് ഇതൊക്കെ പോർട്ട്ഫോളിയോ ആയിട്ട് നമ്മൾ യൂസ് ചെയ്യും. മോസ്റ്റ് ഓഫ് ദ പീപ്പിൾ യൂസ് ചെയ്യാൻ ബിഹാൻസ് ആണ്. അത് കഴിഞ്ഞാൽ ഡ്രിബിൾ യൂസ് ചെയ്യുന്നവരുണ്ട്. പിന്നെ നോഷൻ പോർട്ട്ഫോളിയോ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സംഭവമാണ്. അതും ഫ്രീ ആയിട്ടുള്ള ഒരു സാധനമാണ്. പിന്നെ കുറച്ചും കൂടി ടെക്കി ആണെന്നുണ്ടെങ്കിൽ, കുറച്ചും കൂടി വെബ്സൈറ്റ് ഡെവലപ്മെന്റ്, അല്ലെങ്കിൽ എന്താ പറയാ, ഈ വേർഡ് പ്രസ് പോലത്തെ സംഭവങ്ങളൊക്കെ അറിയുന്നവര് പോർട്ട്ഫോളിയോ വെബ്സൈറ്റ്സും ബിൽഡ് ചെയ്യാറുണ്ട്. ഇപ്പൊ നിങ്ങൾക്ക് കോഡിങ് അറിയണമെന്നില്ല, ഫ്രെയിമർ, വിക്സ് എന്ന് പറയുന്ന സൈറ്റുകളൊക്കെ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്കും നിങ്ങളുടെ പോർട്ട്ഫോളിയോ വെബ്സൈറ്റ് ബിൽഡ് ചെയ്യാം കേട്ടോ, ഫ്രീ ആയിട്ട്. അപ്പൊ അതൊന്നും ഒരു ഇഷ്യൂ അല്ല. അതിന് കോഡിങ് അറിയണമെന്നൊന്നുമില്ല. അതൊന്നും ചെക്ക്ഔട്ട് ചെയ്ത് നോക്കിക്കോ, ഫ്രെയിമർ, വിക്സ്. പിന്നെ അതേപോലെ തന്നെ ബിഹാൻസിന്റെ തന്നെ പോർട്ട്ഫോളിയോ വെബ്സൈറ്റ് ബിൽഡ് ചെയ്യാൻ പറ്റും നമുക്ക്. ബിഹാൻസിന്റെ തന്നെ പോർട്ട്ഫോളിയോ വെബ്സൈറ്റ് ക്രിയേറ്റ് ചെയ്യാനുള്ള ഓപ്ഷനും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇപ്പൊ ഒരു ബിഗിനർ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ പോർട്ട്ഫോളിയോ ബിൽഡ് ചെയ്യുമ്പോൾ ബിഹാൻസും അതിന്റെ കൂടെ ലിങ്ക്ഡിനും ഫോക്കസ് ചെയ്യുക. അത് രണ്ടുമാണ് നല്ലൊരു ട്രാഫിക് ജനറേറ്റ് ചെയ്യാനായിട്ട് വർക്ക്ഔട്ട് ആവുന്ന കാര്യങ്ങൾ. അപ്പൊ കുറച്ചൊരു എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ആളുകളാണെന്നുണ്ടെങ്കിൽ ഐ സജസ്റ്റ് ഒന്നെങ്കിൽ നിങ്ങളൊരു കസ്റ്റം വെബ്സൈറ്റ്, പോർട്ട്ഫോളിയോ വെബ്സൈറ്റ് ബിൽഡ് ചെയ്യുക, അല്ലെങ്കിൽ ഡ്രിബിൾ യൂസ് ചെയ്യുക. അതിന്റെ കൂടെ തന്നെ ലിങ്ക്ഡിൻ യൂസ് ചെയ്യുക. അപ്പോൾ ഒരു നല്ല പോർട്ട്ഫോളിയോ എങ്ങനെ ചെയ്യണം എന്നുള്ളതും, എന്തൊക്കെ മിസ്റ്റേക്സ് ചെയ്യാൻ പാടില്ല എന്നുള്ളതും ഇപ്പം നമ്മൾ ടോട്ടലി ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. മിസ്റ്റേക്സ് വരുത്താതിരിക്കാൻ നോക്കുക. സൊല്യൂഷൻസ് ഞാൻ പറഞ്ഞത് കറക്റ്റായിട്ട് വർക്ക്ഔട്ട് ചെയ്യാൻ നോക്കുക. മോക്കപ്സ് നന്നായിട്ട് ചെയ്യാൻ നോക്കുക. മോക്കപ്സ് ചെയ്യാനായിട്ട് കുറേ ഫ്രീ വെബ്സൈറ്റ്സും കാര്യങ്ങളുള്ളത് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ മെൻഷൻ ചെയ്യാം. മോക്കപ്സ് എങ്ങനെ ജനറേറ്റ് ചെയ്യണം, അല്ലെങ്കിൽ മോക്കപ്സ് എങ്ങനെ വർക്ക്ഔട്ട് ചെയ്യണം എന്നുള്ളതിൻ്റെയൊക്കെ ഒരു ടോട്ടൽ വീഡിയോ നമ്മുടെ ചാനലിൽ വരുന്നുണ്ട്. അപ്പോൾ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോ. അതിൻ്റെ കൂടെ തന്നെ ഈ വീഡിയോ ഡിസ്ക്രിപ്ഷനിൽ ഞാനൊരു വയർ ഫ്രെയിം ആഡ് ചെയ്യുന്നുണ്ട്. ഒരു പോർട്ട്ഫോളിയോ വെബ്സൈറ്റ് ബിൽഡ് ചെയ്യാനുള്ളതിൻ്റെ വയർ ഫ്രെയിം ആഡ് ചെയ്യുന്നുണ്ട്. അപ്പൊ അതും നിങ്ങളൊന്ന് ചെക്ക്ഔട്ട് ചെയ്തോ. അപ്പൊ നിങ്ങൾക്ക് ആ ഒരു മോഡലിൽ നിങ്ങളുടെ പോർട്ട്ഫോളിയോയിൽ എന്ത് ചെയ്യണം എന്നുള്ളതിന്റെ കാര്യങ്ങൾ ഒരു ഐഡിയ കിട്ടും. പോർട്ട്ഫോളിയോ ഡിസൈൻ ചെയ്യുന്നതിൻ്റെ ഒരു ഫുൾ ട്യൂട്ടോറിയൽ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ കമന്റ് ബോക്സിൽ ഒന്ന് ട്യൂട്ടോറിയലിന് കമന്റ് ചെയ്താൽ മതി. അപ്പോൾ കമന്റുകളുടെ എണ്ണം കൂടുതലാണെന്നുണ്ടെങ്കിൽ, അതിന്റെ ആവശ്യക്കാരുടെ എണ്ണം കൂടുതലാണെന്നുണ്ടെങ്കിൽ ആ ഒരു വീഡിയോയും നമ്മൾ എത്രയും പെട്ടെന്ന് ചെയ്യുന്നുണ്ടാവും. അപ്പോൾ ഇതുവരെ ഞാൻ പറഞ്ഞ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളോ ഉണ്ടെന്നുണ്ടെങ്കിൽ ചോദിക്കുക. ഈ വീഡിയോ നിങ്ങളുടെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്ത് കൊടുത്തോ. ഇനി നല്ലൊരു പോർട്ട്ഫോളിയോ ഇല്ലാത്തതിന്റെ പേരിൽ ജോലി ഇല്ലാതെ ആരും ഇരിക്കാൻ പാടില്ല. ഓക്കെ, അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നത് വരെ see you.